ഖുർആന്റെ ആധികാരികത തെളിയിക്കാൻ ഒരു കുന്ത്രാണ്ടവും ഇല്ല. കുന്ത്രാണ്ടോ? അതെന്ത് സാധനം? അതെന്റെ ഒരു ആരോപണമാണ്. നിങ്ങൾ വേണമെങ്കിൽ കയ്യിൽ വെച്ചോളി, പിന്നെ ആവശ്യം നമുക്ക് ഉപയോഗിക്കാം. എന്ത് കുന്ത്രാണ്ടോ? അത് സാറ് ഉപയോഗിച്ചാൽ മതി. അതെന്ത് സാധനം? ഖുർആൻ പൂർണ്ണമല്ല, ഖുർആന് സനദില്ല. അല്ല, ഈ സാറിനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. വിശ്വാസികൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. ഇതാ സാറല്ലേ കഴിഞ്ഞാളെ ബുദ്ധിയുടെ കയ്യിൽ നിന്ന് ഇടി പണിച്ചുകൊണ്ട് പോയത്? അത് ശരി, സാറിന് മതിയായില്ലേ? അപ്പൊ ഇന്നത്തെ വിഷയം അല്ലാത്തോണ്ട് എന്റെ സാറേ, ഇന്നലത്തെ വിഷയമാണെങ്കിലും ഇന്നത്തെ വിഷയമാണെങ്കിലും എല്ലാം കൂടി സാറിന്റെ ആദ്യമുള്ള വിഷയം പറയൂ. ഞാൻ പറയുന്ന ഹദീസിനുള്ള അത്ര പോലും ആധികാരികത ഖുർആനിനില്ല എന്നാണ് എന്റെ വാദം. അതാണല്ലേ സാറിന്റെ വാദം. ഇനി വല്ല വാദവും സാറിനുണ്ടോ? ഓരോന്നായിട്ട് പോരട്ടെ. അത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. സാർ നുണ പറയാൻ ഒരാൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അയാൾ നുണ പറഞ്ഞ് ചലഞ്ച് ചെയ്യട്ടെ, നമുക്ക് സത്യം പറഞ്ഞ് ചലഞ്ച് ചെയ്യാം. എങ്ങനെയുണ്ട്? ആരംഭിക്കലാമാ? ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇസ്ലാമിലെ ഹദീസിനുള്ള അത്ര പോലും തെളിവ് ഖുർആനിനില്ല. ഖുർആനിന്റെ സനദ് കൊണ്ടുവരാൻ കഴിയുമോ? ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുള്ള പറയുന്നു, നീ അറിഞ്ഞിരിക്കുക, ഉന്നതമായ പരമ്പര അഥവാ ഉലൂൽ ഇസ്നാദ് തേടുക എന്നത് ഒരു സുന്നത്തായ പുണ്യകരമായ കാര്യമാണ്. കാരണം അത് അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാണ്. ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതിനെ 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഇവിടെയും അഥവാ ഖുർആന്റെ വിഷയത്തിലും ബാധകമാകുന്നതായി ഞാൻ കാണുന്നു. അതിൽ ഒന്നാമത്തേത് എണ്ണത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും അടുത്തതാവുക എന്നതാണ്. അത് ദുർബലമല്ലാത്ത വ്യക്തവും നിർമ്മലവുമായ ഒരു പരമ്പരയിലൂടെ ആയിരിക്കണം. ഇതാണ് ഏറ്റവും ഉത്തമവും മഹത്തരവുമായ ഉലൂവ് അഥവാ ഉയർന്ന പരമ്പര. ഈ 5 കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സനദിന്റെ അഥവാ പരമ്പരയുടെ വിശ്വസ്തത അളക്കാനുള്ള തെളിവുകളല്ല, മറിച്ച് ഒരു സനദ് എത്രത്തോളം ഉന്നതമാണ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രീമിയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തരംതിരിവുകളാണ്. ഒരു പരമ്പര സ്വീകാര്യമാണെന്ന് ഉറപ്പായതിനു ശേഷം ആ സനദുകൾ തമ്മിൽ മാറ്റുരച്ചു നോക്കുമ്പോൾ ഏറ്റവും മികച്ചത് ഏതാണെന്ന് തരംതിരിക്കാൻ വേണ്ടിയാണ് ഈ 5 വിഭാഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇവയെല്ലാം തന്നെ ഉത്തമവും സ്വീകാര്യവുമാണ്. ഇസ്ലാമിലെ ഹദീസിനുള്ള അത്ര പോലും തെളിവ് ഖുർആനിനില്ല. ഇല്ല, ഉറക്കെ പറഞ്ഞേ, കേട്ടില്ല. ഇസ്ലാമിലെ ഹദീസിനുള്ള അത്ര പോലും തെളിവ് ഖുർആനിനില്ല. ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതിനെ 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഇവിടെയും അഥവാ ഖുർആന്റെ വിഷയത്തിലും ബാധകമാകുന്നതായി ഞാൻ കാണുന്നു. എന്തിന്റെ വിഷയത്തിൽ ബാധകമാണെന്നാ പറഞ്ഞത്? അവ ഇവിടെയും അഥവാ ഖുർആന്റെ വിഷയത്തിലും ബാധകമാകുന്നതായി ഞാൻ കാണുന്നു. അത് ദുർബലമല്ലാത്ത വ്യക്തവും നിർമ്മലവുമായ ഒരു പരമ്പരയിലൂടെ ആയിരിക്കണം. ഇതാണ് ഏറ്റവും ഉത്തമവും മഹത്തരവുമായ ഉലൂവ് അഥവാ ഉയർന്ന പരമ്പര. എങ്ങനെയുള്ള പരമ്പര? ഇതാണ് ഏറ്റവും ഉത്തമവും മഹത്തരവുമായ ഉലൂവ് അഥവാ ഉയർന്ന പരമ്പര. ഇസ്ലാമിലെ ഹദീസിനുള്ള അത്ര പോലും തെളിവ് ഖുർആനിനില്ല. ഏടാ ബുദ്ധിയുടെ കയ്യിൽ നിന്നും ഇടി മേടിച്ചവനെ, ഖുർആന്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ പരമ്പര എന്നല്ലേടാ പറഞ്ഞത്? എന്നിട്ടും ഇത് തെളിവല്ല അല്ലേ? ഖുർആനിന്റെ സനദ് കൊണ്ടുവരാൻ കഴിയുമോ? ഇമാം മക്കി റഹ്മഹുല്ല പറയുന്നു, ഖുർആനായി നിവേദനം ചെയ്യപ്പെട്ടവ 3 വിഭാഗങ്ങളാകുന്നു. ഒന്നാം വിഭാഗം അതനുസരിച്ച് ഓതാവുന്നതും അതിനെ നിഷേധിക്കുന്നവൻ കാഫിറായി തീരുന്നതുമാണ്. വിശ്വസ്തരായവർ ഉദ്ധരിച്ചതും അറബി ഭാഷയോട് മുസഹഫിന്റെ എഴുത്തിനോടും യോജിച്ചതുമായ ഭാഗങ്ങളാണവ. ഖുർആനിന്റെ സനദ് കൊണ്ടുവരാൻ കഴിയുമോ? സാറിന് ഈ ബുദ്ധിയെ തലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ഖുർആനിന്റെ സനദ് ആര് ചോദിക്കും? സാർ ഒറ്റയ്ക്കെന്ന് ചോദിക്കായിരിക്കും. ഞങ്ങൾ ആരും ചോദിക്കാറില്ല. ഉള്ള കാര്യം എന്തിനാ ചോദിക്കുന്നേ? അതുണ്ടല്ലോ. ഖുർആന് സനദ് വേണം. അതെ വേണം. എന്റെ മതിയായില്ലേ? എന്താ സനദ് ഇനിയും വേണോ? ആരെവിടെ? സാറിന് കിട്ടിയതൊന്നും പോരാ. സാറിന് ഇനിയും കുറച്ച് സനദുകൾ വേണം. കൊടുക്കൂ. ഖുർആനിന്റെ വരികൾ മുത്തവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്താണ് മുത്തവാത്തിർ? മുത്തവാത്തിർ എന്നാൽ കള്ളം പറയുന്നതിൽ ഒത്തുകളിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത വലിയൊരു സംഘം ആളുകൾ തങ്ങളെ പോലെയുള്ള ഒരു വലിയ സംഘത്തിൽ നിന്നും ഉദ്ധരിച്ച് അവസാനം വരെ എത്തുന്ന രീതിയാണിത്. ഭൂരിഭാഗം ഖുർആന്റെ ഖിറാഅത്തുകളും ഇപ്രകാരമുള്ളതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട സനദുകളിൽ രണ്ടാമത്തേത് മഷ്ഹൂർ. എന്താണ് മഷ്ഹൂർ? മഷ്ഹൂർ എന്നാൽ അതിന്റെ പരമ്പര സ്വീകാര്യമാവുകയും എന്നാൽ തവാത്തുറിന്റെ പദവിയിൽ എത്താതിരിക്കുകയും ചെയ്തതാണ്. സനദുകളുടെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തേത് ആഹാദ്. എന്താണ് ആഹാദ്?
ആഹാദ് എന്നാൽ അതിന്റെ പരമ്പര സഹിഹാവുക എന്നതാണ്. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രശസ്തി അതിന് ഉണ്ടായിരിക്കില്ല, അഥവാ മഷഹൂർ പോലെ. ഖുർആന് സനദുണ്ടോ? ഇല്ല. ഖുർആനുമായി ബന്ധപ്പെട്ട സനദുകളിൽ രണ്ടാമത്തേത് മഷഹൂർ. എന്തുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? ഖുർആനുമായി ബന്ധപ്പെട്ട സനദുകളിൽ രണ്ടാമത്തേത് മഷഹൂർ. ഖുർആന് സനദുണ്ടോ? ഇല്ല. ഈ വിഷയത്തിൽ സാറിന് വല്ല ബോധവുമുണ്ടോ? ഇല്ല. ഈ കാര്യത്തിൽ സാറിന് വല്ല അറിവുമുണ്ടോ? ഇല്ല. ഈ ഒരു സന്ദർഭത്തിൽ സത്യം പറയാൻ സാറിന് വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല. സാറിന്റെ തലയില് ബുദ്ധിയുണ്ടോ? ഖുർആന്റെ വിഷയത്തിൽ ഇതുവരെ പറഞ്ഞതെല്ലാം എക്സലന്റ് ആണ്. ഖുർആന്റെ ഓരോ വിഷയവും എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന എല്ലാവിധ കൃത്യതകളും അതിൽ ഉള്ളതാണോ? സാറവിടെ ഉണ്ടോ? സാറേ പിടിച്ചിരുന്നോട്ടോ. ഇന്ന് കാണുന്ന ഖുർആൻ 114 അധ്യായങ്ങളും മുത്തവാത്തിറായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഖുർആൻ വചനങ്ങളുടെ സ്ഥാനത്തിലും അവയുടെ ക്രമീകരണത്തിലും അവയുടെ ക്രമത്തിലുമുള്ള തവാത്തുറിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതും തവാത്തുറായിരിക്കൽ നിർബന്ധമാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഗവേഷകരായ പണ്ഡിതരുടെ നിലപാട്. കാരണം ഇതേപോലെയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ സാധാരണഗതിയിൽ തവാത്തുറിലൂടെ മാത്രമേ വരികയുള്ളൂ എന്ന് തീർച്ചയായതുകൊണ്ടാണിത്. അഥവാ അസംഖ്യം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന, കള്ളം പറയാൻ സാധ്യതയില്ലാത്ത ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട്. ബാക്കി ഒന്നിനും സനദില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെ മുന്തിയ കിതാബായ ഖുർആന് സനദുണ്ട് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അതിനും ഈ പറഞ്ഞ സാധനമൊന്നുമില്ല. ഖുർആൻ വചനങ്ങളുടെ സ്ഥാനത്തിലും അവയുടെ ക്രമീകരണത്തിലും അവയുടെ ക്രമത്തിലുമുള്ള തവാത്തുറിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതും തവാത്തുറായിരിക്കൽ നിർബന്ധമാണ്. അഥവാ അസംഖ്യം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന, എങ്ങനത്തെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന, അഥവാ അസംഖ്യം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സനദില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെ മുന്തിയ കിതാബായ ഖുർആന് സനദുണ്ട് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അതിനും ഈ പറഞ്ഞ സാധനമൊന്നുമില്ല. വിശ്വാസികൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. ഖുർആന് സനദുണ്ടോ? ഇല്ല. ആ പുതിയ കണ്ണടയാ. മറ്റോ നുണ കെട്ട് പൊട്ടിപ്പോയി. ഇപ്പൊ ഒരായെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഇതേപോലെ നുണ പറയുന്നവരെ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി നമ്പർ 1 TKU. മീൻസ് സംവാദാക്കാം. ഡിസ്കഷൻ ആക്കാം. അതിന് തയ്യാറുള്ളവർ വന്നോളി. എന്റെ നമ്പർ അതിനകത്തുണ്ടാവും. ഇതേപോലെ പരിശുദ്ധ നുണ പറയാനല്ലേ സാർ ഈ നമ്പർ തരുന്നത്? അറിവില്ലാത്തവരെ വിളിച്ച് പറ്റിക്കുക. എന്തായാലും സാറിന്റെ നമ്പർ കൊള്ളാം. ഹദീസ് നിദാന ശാസ്ത്രം പരിശോധിക്കുന്ന പോലെ പരിശോധിച്ചാൽ ഖുർആന്റെ സനദ് വട്ടപൂജയായിരിക്കും. യഥാർത്ഥ യുക്തി എന്താണെന്ന് പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന്റെ തലയിൽ അത് വട്ടപൂജയായിരിക്കും. ദാ ഇതേപോലെ. എല്ലാവരുടെ ശ്രദ്ധിക്കുക. നുണ പറയുന്നവരെ പഠിക്കാൻ ഞാൻ വരും. കാത്തിരുന്നു. I am Professor Panda from TKU.